നമസ്കാരം. ശരിക്കും നിങ്ങളുടെ തലച്ചോറിനെ ചിന്താക്കുഴപ്പത്തിലാക്കുന്ന ഒരു വിസ്മയകരമായ സാങ്കേതിക വിദ്യയാണ് നമ്മൾ ഇന്ന് ഈ എക്സ്പ്ലെയിനറിലൂടെ നോക്കാൻ പോകുന്നത്. നമ്മുടെ വീടുകളിലെ സാധാരണ വൈഫൈ സിഗ്നലുകളെ എങ്ങനെ റിയൽ ടൈമായിട്ടുള്ള ഒരു സ്പേഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റമാക്കി മാറ്റാം എന്നതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. നിങ്ങൾ റെഡിയല്ലേ? അപ്പോ നമുക്കിതിലേക്ക് കടക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ആ സാധാരണ വൈഫൈ റൂട്ടറിന് ഒരു കട്ടിയുള്ള മതിലിനപ്പുറമുള്ള നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം വരെ കൃത്യമായി കാണാൻ കഴിഞ്ഞാലോ? വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ? പക്ഷേ യാതൊരുവിധ ക്യാമറകളോ സ്മാർട്ട് വാച്ചുകളോ ഒന്നുമല്ലാതെ കൂരിരുട്ടിൽ പോലും മനുഷ്യരുടെ ഹൃദയമിടിപ്പും ചലനങ്ങളുമൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പൈറൂവ്യൂ എന്ന ഈ ഒരു സിസ്റ്റത്തിന് സാധിക്കും. അതും മതിലുകൾക്കപ്പുറത്തുനിന്ന്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെങ്ങനെ സാധ്യമാകുന്നു എന്ന്. ഇതിന്റെ പിന്നിലെ ശാസ്ത്രം മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം അറിയേണ്ടത് ചാനൽ സ്റ്റേറ്റ് ഇൻഫർമേഷൻ അഥവാ CSI എന്താണെന്നാണ്. വളരെ ലളിതമായൊരു ഉദാഹരണം പറയാം. ശാന്തമായൊരു കുളത്തിലേക്ക് നമ്മളൊരു കല്ലെറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഓളങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെയാണ് റേഡിയോ തരംഗങ്ങളും. അവ ഒരു മുറിയിൽ വെള്ളം പോലെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ മുറിയിലൂടെ നമ്മൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് ശ്വസിക്കുമ്പോഴോ പോലും ആ അദൃശ്യമായ തരംഗങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ മാറ്റങ്ങളെ അല്ലെങ്കിൽ ആ ഡിസ്റ്റർബൻസുകളെ സൂക്ഷ്മമായി അളക്കുന്ന ഡേറ്റയാണ് CSI എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലളിതമായ ഭൗതികശാസ്ത്ര തത്വമാണ് ഇവിടെ വലിയൊരു അത്ഭുതമായി മാറുന്നത്. ഇനി ഇത് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ആദ്യം റൂട്ടർ ഈ പറഞ്ഞ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഈ തരംഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ തട്ടിച്ചിതറുമ്പോൾ അവിടെയുള്ള 4 മുതൽ 6 വരെയുള്ള ESP32 ESP32 സെൻസർ നോഡുകൾ ഈ സിഗ്നലുകളെ ക്യാപ്ചർ ചെയ്യുന്നു. ഇതിൽ 6 വൈഫൈ ബാൻഡുകൾ വഴിയാണ് ഡാറ്റ എടുക്കുന്നത്. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ വീഡിയോയുടെ ഒരു സിംഗിൾ പിക്സൽ പോലുമില്ലാതെ ഈ ഡേറ്റ വിശകലനം ചെയ്ത് എഡ്ജ് AI മനുഷ്യശരീരത്തിന്റെ 17 പോയിന്റുകളുള്ള ഒരു കൃത്യമായ രൂപം അഥവാ കൊക്കോ കീ പോയിന്റ് ബോഡി പോസ് ഉണ്ടാക്കിയെടുക്കുന്നു. ആലോചിച്ചു നോക്കൂ, നോ ക്യാമറാസ്, ഓൺലി വൈഫൈ. ശരി, നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ഈ ഒരു വലിയ സിസ്റ്റം എങ്ങനെയാണ് ഹാർഡ്വെയറിലേക്ക് ബിൽഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. പ്രത്യേകിച്ച് ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെയൊന്നും സഹായമില്ലാതെ എഡ്ജ് ഇന്റലിജൻസിൽ ഇത് എങ്ങനെ സാധ്യമാകുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിനായി ലക്ഷങ്ങൾ വില വരുന്ന ഉപകരണങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. വെറുതെ ഒരാളുടെ സാന്നിധ്യം മാത്രം അറിയണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു സാധാരണ ലാപ്ടോപ്പ് തന്നെ ധാരാളം. എന്നാൽ കുറച്ചുകൂടി മികച്ച ഡാറ്റ വേണമെങ്കിൽ ഒരു ESP32 ESP32 മെഷ് ഉപയോഗിക്കാം. ഇതിനോടൊപ്പം ഒരു കോഗ്നിറ്റം സീഡ് കൂടി ചേർത്താൽ സിസ്റ്റം കൂടുതൽ കരുത്തുറ്റതാകും. കാരണം ഇതിൽ ED25519 വിറ്റ്നസ് ചെയിൻ പോലെയുള്ള ക്രിപ്റ്റോഗ്രഫിക് അറ്റസ്റ്റേഷൻ വരുന്നതുകൊണ്ട് ഡേറ്റ അത്രയും സുരക്ഷിതമായിരിക്കും. ഇതിന്റെയൊക്കെ ചെലവ് എത്രയാണെന്ന് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല. ലൈവായി CSI ഡേറ്റ ശേഖരിക്കാൻ കഴിവുള്ള ഒരൊറ്റ ESP32S3 ESP32S3 നോഡിന് വെറും $9 മാത്രമാണ് ചെലവ് വരുന്നത്. അതായത് 1000 രൂപയ്ക്ക് താഴെ. സാധാരണക്കാർക്ക് പോലും ഇത് എത്രത്തോളം പ്രാപ്യമാണെന്ന് നോക്കൂ. ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ്. സ്വന്തമായി പഠിക്കാൻ കഴിവുള്ള ഈ AI മോഡൽ മുഴുവനായും പ്രവർത്തിക്കാൻ വേണ്ടത് വെറും 55 കിലോബൈറ്റ് മെമ്മറി മാത്രമാണ്. അതെ, മെഗാബൈറ്റ് പോലുമല്ല, വെറും 55 കിലോബൈറ്റ്. അത്രയും ചെറിയ ഒരു ചിപ്പിലാണ് ഇത്രയും സങ്കീർണമായ പ്രോസസ്സുകളെല്ലാം നടക്കുന്നത്. അൺബലീവബിൾ അല്ലേ? ഇനി നമ്മൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറിലേക്കാണ് വരുന്നത്. പ്രൈവസി അഥവാ സ്വകാര്യത. പരമ്പരാഗതമായ ക്യാമറ നിരീക്ഷണ സംവിധാനങ്ങളും റൂവ്യൂവും തമ്മിൽ പ്രൈവസിയുടെ കാര്യത്തിൽ എത്രത്തോളം വ്യത്യാസമുണ്ടെന്ന് നമുക്ക് നോക്കാം. സാധാരണ ക്യാമറ സംവിധാനങ്ങൾ എടുത്താൽ അവയ്ക്ക് വ്യക്തമായി കാണാൻ വെളിച്ചം കൂടിയേ തീരൂ. ഇൻഫ്രാറെഡ് ആണെങ്കിൽ കൂടിയും. അതുപോലെ മതിലുകൾക്കപ്പുറം കാണാനും അവയ്ക്ക് കഴിയില്ല. അതിലുപരി നമ്മളെ എപ്പോഴും ക്യാമറ നിരീക്ഷിക്കുന്നത് സ്വകാര്യതയ്ക്ക് വലിയൊരു ഭീഷണി കൂടിയാണ്, അല്ലേ? എന്നാൽ വൈഫൈ സെൻസിംഗ് ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. പൂർണ്ണ അന്ധകാരത്തിലും ഏകദേശം 5 മീറ്റർ വരെ കട്ടിയുള്ള മതിലുകൾക്കപ്പുറത്തും ഇത് പ്രവർത്തിക്കും. ഇതിൽ ഒരു തരത്തിലുള്ള വീഡിയോ ഡേറ്റയും ശേഖരിക്കുന്നില്ല. അതുകൊണ്ട് ഇത് GDPR, HIPAA തുടങ്ങിയ കർശനമായ സ്വകാര്യത നിയമങ്ങൾക്ക് 100% അനുകൂലമാണ്. ചിലവിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു സോണി ക്യാമറയ്ക്ക് $200 മുതൽ $2000 വരെ ആകുമ്പോൾ ഇതിന് വെറും $0 മുതൽ $8 വരെ മാത്രമേ വരുന്നുള്ളൂ. ഇത്രയും സ്മാർട്ടായ ഈ സാങ്കേതികവിദ്യയുടെ യഥാർത്ഥ ലോകത്തിലെ ഉപയോഗങ്ങൾ അനന്തമാണ്. 13 വ്യത്യസ്ത കാറ്റഗറികളിലായി ഏകദേശം 60 എഡ്ജ് ഇന്റലിജൻസ് മൊഡ്യൂളുകളാണ് ഇതിൽ പൂർണ്ണമായും സജ്ജമാക്കിയിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി ഈ സ്ലൈഡിലെ
ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഉപയോഗങ്ങൾ എത്രമാത്രം വൈവിധ്യമാർന്നതാണെന്നതാണ്. ഉറങ്ങിക്കിടക്കുന്ന ഒരു കുട്ടിയുടെ ശ്വാസോച്ഛ്വാസം നിരീക്ഷിക്കുന്ന സ്ലീപ്പ് ആപ്നിയ മൊഡ്യൂൾ മുതൽ വലിയ ഫാക്ടറികളിൽ സുരക്ഷ ഉറപ്പാക്കുന്ന ഫോക്ലിഫ്റ്റ് പ്രോക്സിമിറ്റി മൊഡ്യൂൾ വരെ ഇതിലുണ്ട്. അതും 100 മില്ലിസെക്കൻഡിൽ താഴെ ലാറ്റൻസിയിൽ. ഇതിനു പുറമെ ഹൃദയമിടിപ്പിലെ വ്യതിയാനങ്ങൾ കണ്ടുപിടിക്കാനും ആയുധങ്ങൾ തിരിച്ചറിയാനും എന്തിനേറെ അസാധാരണ മാറ്റങ്ങൾ കണ്ടെത്തുന്ന ഗോസ്റ്റ് ഹണ്ടർ മൊഡ്യൂളിലുമൊക്കെ ഇതുപയോഗിക്കാം. ഇനി ഇതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഒരു വലിയ ഭൂകമ്പം നടക്കുന്നു. ലിഡാർ സംവിധാനങ്ങളും ക്യാമറകളും പൂർണ്ണമായും പരാജയപ്പെടുന്ന ഇത്തരം ദുരന്ത മേഖലകളിൽ വൈഫൈ മാറ്റ് എന്ന മോഡ്യൂൾ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. വെറും ശ്വാസോച്ഛ്വാസത്തിന്റെ സിഗ്നേച്ചർ മാത്രം ഉപയോഗിച്ച് 30 സെന്റിമീറ്റർ വരെ കട്ടിയുള്ള കോൺക്രീറ്റിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്താൻ ഇതിലൂടെ സാധിക്കും. ഇത് ശരിക്കും മനുഷ്യജീവൻ രക്ഷിക്കാൻ കഴിയുന്ന അതിഗംഭീരമായൊരു കണ്ടുപിടുത്തം തന്നെയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്വയം പഠിക്കുന്ന AI അഥവാ ദ സെൽഫ് ലേണിംഗ് ഫ്യൂച്ചറാണ്. ഇത്രയും വിലകുറഞ്ഞ ഈ സെൻസറുകളെ ഏത് പുതിയ ചുറ്റുപാടുമായും എളുപ്പത്തിൽ പൊരുത്തപ്പെടാൻ സഹായിക്കുന്നത് ഈ ബാക്ക്ബോണാണ്. അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ AI മോഡൽ എങ്ങനെയാണ് സ്വയം കാര്യങ്ങൾ പഠിക്കുന്നതെന്നതാണ്. ഒരു മനുഷ്യന്റെ സഹായമോ പ്രത്യേക ലേബലുകളോ ഇല്ലാതെ തന്നെ റോ വൈഫൈ ഡേറ്റ മാത്രം ഉപയോഗിച്ച് ഈ സിസ്റ്റം ഒരു മുറിയുടെ 128 ഡൈമെൻഷൻ ഫിംഗർപ്രിന്റ് തയ്യാറാക്കുന്നു. വെറും 30 സെക്കൻഡിനുള്ളിൽ ആ മുറിയിലെ അസാധാരണമായ മാറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഇതിലൂടെ സാധിക്കും. കൂടാതെ മൈക്രോ ലോറ അഡാപ്റ്ററുകൾ വഴി ഇതിന് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പഴയ അറിവുകൾ മറക്കാതെ തന്നെ അതൊക്കെ നിലനിർത്താനും കഴിയും. ഈ എഡ്ജ് കമ്പ്യൂട്ടിംഗിലൂടെ പ്രവർത്തിക്കുന്ന സിസ്റ്റത്തിന്റെ വേഗത എത്രയാണെന്നറിയാമോ? വെറും 0.012 മില്ലിസെക്കൻഡ്. അതെ, ആളുകളുടെ സാന്നിധ്യം ലോക്കലായിട്ട് തിരിച്ചറിയാൻ ഇതിനെടുക്കുന്ന സമയം വെറും 0.012 മില്ലിസെക്കൻഡ് മാത്രമാണ്. ഇത്രയും വേഗത്തിൽ ഡേറ്റ പ്രോസസ് ചെയ്യാൻ ഇതിന് കഴിയും. അതുപോലെ തന്നെ ഇതിന്റെ കൃത്യതയുടെ കാര്യവും എടുത്തു പറയേണ്ടതാണ്. ക്യാമറ സംവിധാനങ്ങളുമായി ഒത്തുനോക്കുമ്പോൾ വെറും 10 സെൻസർ സിഗ്നലുകൾ മാത്രം ഉപയോഗിച്ച് യാതൊരുവിധ ക്യാമറകളുടെയും സഹായമില്ലാതെ മനുഷ്യന്റെ നിൽപ്പും ചലനങ്ങളുമൊക്കെ തിരിച്ചറിയുന്നതിൽ ഇത് 92.9% കൃത്യത പുലർത്തുന്നുണ്ട്. വീഡിയോ സിസ്റ്റങ്ങളോട് കിടപിടിക്കുന്ന ഒരു അക്യുറസിയാണിത്. നമ്മൾ ഈ എക്സ്പ്ലെയിനറിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉയരുന്നില്ലേ? ഒരു നിമിഷം നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കൂ. വേറെന്തെല്ലാം അദൃശ്യമായ സിഗ്നലുകളാകും നമുക്ക് ചുറ്റും ഇങ്ങനെ ഒരു 6ാം ഇന്ദ്രിയമായി അല്ലെങ്കിൽ പുതിയൊരു ഭാഷയായി മാറാൻ കാത്തുനിൽക്കുന്നത്? റേഡിയോ തരംഗങ്ങളുടെ ഇനിയും നമ്മൾ ഉപയോഗപ്പെടുത്താത്ത സാധ്യതകൾ എന്തെല്ലാമാകും? ചിന്തിക്കേണ്ട വിഷയം തന്നെയാണല്ലേ?